ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമല്ലേ, ഞാൻ കുറേ ആയിട്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. അത് വേറൊന്നും കൊണ്ടല്ലടാ, തീരെ കഴിയണില്ല, പനിയും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ വീഡിയോസ് നിർത്തി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇനി കുടംപുളി ഇട്ട് വെക്കുന്ന റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉലുവ ഇട്ട് കൊടുത്തിന് കേട്ടോ. അത് നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിന്. അത് നന്നായിട്ടൊന്ന് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുത്തിന് കേട്ടോ. ഒരു 5-6 തക്കാളി ഉണ്ട്, അത് ചെറുതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിന്. പിന്നെ ഈ തക്കാളി ഏതാന്ന് വെച്ചാൽ നമ്മൾ മിഞ്ഞാന്ന് ഉമ്മാൻ്റെ ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ട് പറഞ്ഞില്ലേ, അതിന് കുറച്ച് തക്കാളികൾ പറിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിട്ടാ. അപ്പോൾ ആ തക്കാളി ഇതാ പൗത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കറി അതുകൊണ്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ആ തക്കാളി തന്നെ ആട്ടോ മുറിച്ചെടുത്തിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നട്ടുണ്ടാക്കിയിട്ട് അതിൽ വരുന്ന കായ്കൾ കൊണ്ട് കറിയാക്കാനായിക്കോട്ടെ ഇനി തിന്നാനായിക്കോട്ടെ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാ തക്കാളി നന്നായിട്ട് വാടി വന്നപ്പോൾ അതിക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കരിയാപ്പില ഇട്ട് കൊടുത്തിന്. 1/2 ടീസ്പൂണ് പൊടിച്ച മുളകും പൊടിയും, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും, പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിന് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിന്. ഈ ഇടക്കിടക്ക് ഇളക്കണത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ചട്ടിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇളക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഇടയ്ക്കിടക്ക് വന്നിട്ട് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം കറിയാക്കാൻ നിന്നപ്പോൾ തന്നെ കാച്ചമ്പുളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിട്ടോ കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഒഴിച്ചു കൊടുത്തിന്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിന് കേട്ടോ. എത്ര തന്നെ കറി വെക്കാൻ അറിയില്ല എന്ന് പറയുന്നവർക്കും എത്രയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ കറി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിന് കേട്ടോ. കഷ്ണ മീനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്തിന്. ഇനി വലിയ പണിയൊന്നുമില്ല, ഇത് തിളക്കുമ്പോൾ അത് കൂട്ടിയിട്ട് നല്ലൊരു പാത്രം ചോറ് വയ്ക്കാൻ തന്നെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ എൻ്റെ വീഡിയോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കാനുള്ള കടികളുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നാളെ ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫോളോ ആക്കാനും സപ്പോർട്ട് ആക്കാനും സബ്സ്ക്രൈബ് ആക്കാനും ഒന്നും